ചിക്കൻ പേസ്റ്റ് പൊക്കോളം ഉണ്ടാക്കിയാലോ? അതെന്താ സാധനം വിചാരിക്കണ്ടാവില്ല നിങ്ങള്? എന്താണ് ഞാൻ കണ്ടുപിടിച്ചതാ. ഓക്കെ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. കുറച്ച് ഇതിലെന്തൊക്കെയാന്നറിയോ? എന്താണ്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി. അത് ഞാനൊരു 2 വലിയുള്ളി എടുത്തുക്കണു. അതില് പകുതി പേസ്റ്റ് ആക്കി എടുക്കുക, പകുതി ഇങ്ങനെ വെക്കട്ടോ. എല്ലാം ഇല്ലാണ്ട് നമ്മൾ കറി കൊടുന്നേന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അത് ഈ മിക്സിയുടെ ജാറിൽ ലേശത ഗരം മസാല പൊടി ഇടുക. എന്നിട്ട് നമുക്ക് ഇതൊന്നങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ടേ പേസ്റ്റ് ആക്കി കേട്ടോ. അപ്പോൾ അത് നമ്മളെ മിക്സിയിട്ട് പേസ്റ്റ് ആക്കിയില്ലേ, ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെല്ലുള്ളി ഇല്ലേ, അത് കുറച്ചിട്ട് കൊടുക്കാം. എരിവൊക്കെ ഉണ്ടാവും കേട്ടോ, പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞതല്ലേ. അതിലേക്ക് കുറച്ച് മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ, പിന്നെ ചിക്കൻ മസാല പൊടി അതൊരു ടീസ്പൂണ്, ടീസ്പൂൺ മതി. ലേശം ഉപ്പ് ഇട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇളക്കി കൊടുക്കട്ടോ. അത് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ല അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഉപ്പ് കുറവാണ്, ലേശം കൂടി ഉപ്പ് വേണം. മാവൊക്കെ നമ്മൾ റെഡിയാക്കി ചട്ടിയിലേക്ക് ഓരോ ഉരുളകളാക്കി ഇട്ട് കൊടുക്കുക. ചട്ടി നല്ല ചൂടായിട്ട് കിടക്കണ്ട കേട്ടോ. അതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ മറിച്ചിടും ചെയ്യുക. സാധാ പൊക്കോട നമ്മൾ പൊരിക്കണ മാതിരി തന്നെയാണ്, പക്ഷെ ചിക്കൻ്റെ ഒന്ന് വേവേണ്ട താമസമുള്ളൂ. അപ്പം അതായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂട് കൊടുക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.